സുഭാഷിതം. കഴിഞ്ഞ 150 ദിവസങ്ങളായി നാം സങ്കീർത്തനങ്ങളിൽ കൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു. 1-ാം സങ്കീർത്തനത്തിൽ തുടങ്ങി ഇന്ന് 150-ാം സങ്കീർത്തനം ചിന്തിക്കുന്നു. സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥനയുമാണ് സങ്കീർത്തനത്തിലെ പ്രധാന വിഷയം. ഇസ്രായേലിന്റെ സുവർണ കാലമെന്നറിയപ്പെട്ടിരുന്ന ദാവീദിന്റെയും ശലോമോന്റെയും ഭരണകാലത്തുള്ള സംഭാവനയാണിത്. പഴയമകാലത്തെ ആരാധനയ്ക്ക് മാത്രമല്ല, പുതിയ നിയമകാലത്തിലെ ആരാധനകൾക്കും സങ്കീർത്തനത്തിന് നിർണായ പങ്കുണ്ട്. സങ്കീർത്തനത്തിൽ നിന്നും നിരവധി ഉദ്ധരണികൾ പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് തന്റെ ലേഖനങ്ങളിലും സങ്കീർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വാക്യം വായിച്ചു കൊള്ളട്ടെ. കൊലോസ്യർ 3:16 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്നെഴുതിയിരിക്കുന്നു. ബൈബിളിൽ ഏറ്റവും വലുതും ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതുമായ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. മനുഷ്യ അനുഭവങ്ങളുടെ വ്യക്തിപരവും പ്രായോഗികവുമായ എല്ലാ തലങ്ങളെയും അവ സ്പർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. 150-ാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുന്നതിനുള്ള വിപുലമായതും അതിമനോഹരവുമായ കൽപ്പനയാകുന്നു. ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വരികളും അവസാനിക്കുന്നത് സ്തുതിപ്പീൻ എന്നുള്ള ആഹ്വാനത്തോടെയാണ്. നാം എവിടെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്ന് 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. ദൈവത്തെ സ്തുതിക്കേണ്ടത് വിശുദ്ധ മന്ദിരത്തിലാണ്. എവിടെയാണ് ഈ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്? പഴയ നിയമ ഇസ്രായേലിനൊരു സ്ഥലം പറയുവാനുണ്ടായിരുന്നു. അപ്പോൾ നാം എവിടെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? 1 കൊരിന്ത്യർ 3:16 പൗലോസ് അത് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നാം ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ആലയം. നമ്മിൽ നിന്നാണ് സ്തുതി ഉയരേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്തുതിയും സ്തോത്രവും ആരാധനയും ആകാശവിധാനത്തിൽ ദൈവസന്നിധിയിലെത്തണം. ദൈവത്തെ എന്തുകൊണ്ട് നാം സ്തുതിക്കണമെന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. വിവിധ തരത്തിലുള്ള വാദ്യ ഉപകരണങ്ങളോടുകൂടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടതെന്നാണ് 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ലെറ്റ് എവരിതിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അങ്ങയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് അങ്ങയെ ആരാധിച്ച് ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. my